ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ അപ്കമിങ് എപ്പിസോഡാട്ടോ നമ്മളിവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ വേദ വീട്ടിലിരുന്നോണ്ട് വിക്രമിന്റെ വീട്ടില് രാധ വന്നപ്പോ രാധയെ ചൂലെടുത്ത് ഓടിച്ച കാര്യവും പിന്നീട് വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവളെ ഓടിച്ചത്? നീ എന്തായാലും എന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയാൻ പോകുന്നില്ലല്ലോ, അപ്പൊ ഇവിടെ ആര് നിന്നാലും നിനക്കെന്താ? വേദ പറയും, ഓഹോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഞാൻ ദ്രോഹിക്കും, എന്താ നിങ്ങക്ക് വേണോ അടി എന്ന് പറഞ്ഞ് ചൂല് വന്നിക്കുമ്പോ വേദ വേണ്ട, ചൂലുകൊണ്ടടിക്കാൻ പാടില്ല, അടിക്കും എന്ന് പറഞ്ഞിട്ട് വേദ ആ ചൂലെടുത്ത് വിക്രമിനെ അടിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കും. അടിക്കുന്നൊന്നുമില്ല കേട്ടോ, വിക്രമിനെ ഇങ്ങനെ കളിപ്പിക്കുക. വിക്രം അവിടുന്ന് ഓടിപ്പോവും. വിക്രം ഓടിപ്പോകുമ്പോൾ പിന്നാലെ വേദയും പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം പുറത്തേക്ക് ഓടുന്ന സമയത്ത് വേദ ഇങ്ങനെ അത് നോക്കി ചിരിക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്ന ആ കുസൃതികളൊക്കെ ഇങ്ങനെ ഇപ്പൊ വിക്രമിനെ കുറിച്ച് വേദ ഇങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വാസവൻ MLA വീട്ടിൽ ചെന്നിരിക്കുകയാണ്. രേണുകയാണ് കഥ തുറക്കുന്നത്. വാസവൻ പിന്നീടാണ് അങ്ങോട്ട് വരുന്നത്. വാ വരൂ, അകത്തിരുന്ന് സംസാരിക്കാന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് ഒഫീഷ്യലായിട്ട് അങ്ങോട്ട് വരാം. ഇപ്പൊ പുറത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു സാധനം തരാനും ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി സംസാരിക്കുകയാണ്. ഇവരിങ്ങനെ പോകുന്നതും സംസാരിക്കുന്നതെല്ലാം അവിടുന്ന് വരുണ് കാണുകയാണ്. അപ്പം തന്നെ വരുൺ രേണുകയോട് ഇതാണ് ദീപ്തിയുടെ ചേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യമായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ വരുൺ പറയും, അവളുടെ ഏട്ടനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവൾ എപ്പോഴും പറയും. ഞാനിത് പറഞ്ഞപ്പോൾ അവൾക്കൊട്ടും വിശ്വാസമായിട്ടില്ല. കൂടെ നിന്ന് അവസാനം കാല് വരുന്ന സ്വഭാവമാണ് അത്രേ. അപ്പോൾ രേണുക പറയും, നിന്റെ അച്ഛനും അത്രയ്ക്കും മോശമല്ലല്ലോ, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരവിടെ. ശേഷം പിന്നീട് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വാസവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു കെട്ട് നോട്ട് കൊടുക്കൂട്ടോ. 5 ലക്ഷം രൂപ, ബാക്കി നമുക്ക് പിന്നീടാവാം. അച്ഛൻ എന്തായാലും നിങ്ങളുടെ കാര്യം ഏറെക്കുറെയൊക്കെ സമ്മതിച്ച മട്ടാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ആണോ, അപ്പൊ ഇവിടെ വന്ന് വിളിച്ചു പോയതോ? അതൊന്നും ഇപ്പൊ അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ ചന്ദ്രശേഖരനും പറയും, അതെ, എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ റിട്ടയർഡ് ആവാനുള്ളതല്ലേ, റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ളതും, അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പിണക്കാൻ പാടില്ല എന്ന് അളിന് മനസ്സിലായി കാണും എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ശ്രീകാന്ത് പൈസ കൊടുക്കണേ. പിന്നിട്ട് അവസാനം പറയും, പിന്നെ ആ വിക്രം അങ്ങോട്ട് കാര്യമൊന്നും ചെയ്യണ്ട, പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വെറുതെ ഇരിക്കൊന്നും വേണ്ട, ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുമ്പോൾ വാസവൻ പറയും, ഒരു സംശയം, വരുണുമായിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ വിക്രവുമായിട്ട് എന്തിനാ പ്രശ്നം? ഇത് ചോദിക്കുമ്പോൾ അവരൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, അതൊക്കെ പറയാം, ഇലക്ഷൻ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോവാട്ടോ. എന്നാൽ ഈ പറഞ്ഞത് മൊത്തമായിട്ട് വാസവൻ അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. വാസവൻ അവിടുന്ന് പോകുന്ന സമയത്ത് ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം ഇവരിങ്ങനെ ആ സൈഡ് മിററിലൂടെ വാസവനെയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പരമനാരി മോന്റെ കല്യാണ സ്വപ്നം കൊണ്ടുകൊണ്ട് നടക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയും, നമ്മളിപ്പോൾ കൊടുത്തത് അവൻ്റെ മകൻ്റെ വിലയാണ് എന്നുള്ളത് അവനറിയില്ലല്ലോ, അതങ്ങനെ കണ്ടാൽ മതി. 5 ലക്ഷം പോയി, അല്ലാണ്ടെന്ത്? ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി ആ 5 ലക്ഷം രൂപ വരുണിനെ കൊല്ലാനുള്ള കൈക്കൂലിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സ്വന്തം മകനെ കൊല്ലാനുള്ളത്. ആ ഒരു മട്ടിലിങ്ങനെ സംസാരിച്ചിരിക്കട്ടോ അവരവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് അതിനുശേഷമുള്ള മറ്റൊരു ഭാഗത്ത് വിക്രം ഇങ്ങനെ കടൽ തീരത്തിരിക്കുമ്പോൾ 2 പ്രണയിതാക്കള് അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേദ വിക്രമിനോടൊപ്പം നടന്ന ആ ഒരു ദിവസമാണ് വിക്രം ഇപ്പൊ ആലോചിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കടൽ തീരൂടെ നടക്കാട്ടോ. നമുക്ക് അവിടെ ഇരുന്നാലോ? വിക്രം ചോദിക്കും, എന്തു പറ്റി? നടന്ന് ക്ഷീണിച്ചോ? വേദോരം ക്ഷീണിച്ചിട്ടല്ല, കടല് കണ്ടിരിക്കാൻ ഒരു രസമല്ലേ, അസ്തമയം കാണാൻ നല്ല രസാണല്ലേ എന്ന് പറഞ്ഞ് അവര് പിന്നീട് അവിടെ ഇരിക്കാട്ടോ. വിക്രം പറയും, അതിന് ആര് അസ്തമയം കാണുന്നോ? സൂര്യൻ അവിടെ എത്തുമ്പോഴേക്കും മേഘം വന്ന് മൂടും. ഇത്രയും അടുത്ത് താമസിച്ചിട്ടും ഞാൻ ഈ അസ്തമയം വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. വേദ പറയും, അല്ലെങ്കിലും അടുത്തുള്ള കാഴ്ചകളാ നമ്മൾ എപ്പോഴും കാണാതെ പോവാ, അടുത്ത് നിൽക്കുന്നവരെയും അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് മറുപടി പറയാനാ? വേദ പറയും, ഞാൻ ഉദ്ദേശിച്ചത് വിക്രമിനെ കുറിച്ച് തന്നെയാ. മനസ്സിലായി, ഞാൻ പലപ്പോഴും നിന്നെ മനസ്സിലാക്കാതെ പോകുന്നല്ലേ? വേദ പറയും, അയ്യടാ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പരാതിയായി ഇദ്ദേഹത്തോട് പറയുന്നേ മോൻ കരുതിയോ? ഞാൻ ഉദ്ദേശിച്ചത് മറ്റു പലരെയും കുറിച്ച്. ഒരു ഉദാഹരണത്തിന് വിക്രം അച്ഛനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ വിക്രം പറയും, ഞാൻ അച്ഛനെ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ നടക്കുന്നത് ഒരു ഒളിച്ചുകളിയാണ്. വേദ പറയും, ഒളിച്ചുകളിയോ? മാഷ് എന്ത് വിളിച്ചെന്നാ? അപ്പോൾ വിക്രം പറയും, അച്ഛനല്ല, ഞാൻ അച്ഛന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന ഒളിച്ചുകളിയാണല്ല. അത് അച്ഛനെ പേടിയായതുകൊണ്ടോ അതോ സ്വന്തം കളവ് പൊളിയെന്നുള്ള പേടിയോ? വിക്രം ചോദിക്കും, എന്ത് കളവ്? വേദ പറയും, അതൊക്കെ ഉണ്ട്, ഞാൻ ചിലതെല്ലാം അന്വേഷിച്ചു വരുന്നുണ്ട്, തെളിയുമ്പോ പറയാം. വിക്രം പറയും, അപ്പൊ CID പണി ഉണ്ടല്ലേ? വേദ പറയും, ഇതുപോലൊരു പേര് കേട്ട ഒരു ഗുണ്ടയുടെ ഭാര്യ പദവിയിൽ ജീവിക്കുമ്പോ അത്യാവശ്യം CID പണി നല്ലതല്ലേ? വിക്രം പറയും, ആര് പറഞ്ഞു ഗുണ്ടയാണെന്ന്? വേദ പറയും, ആരാ ഇനി പറയാനുള്ളത്? താനും ചിലപ്പോഴൊക്കെ അച്ഛനും മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ.
വേദ പറയും പിന്നെ ശ്രീനിവാസിന് വേണ്ടി ചെയ്യുന്നത് ആ പണി തന്നെയല്ലേ. വിക്രം പറയും നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, പക്ഷേ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ അങ്ങനെയല്ല. വേദ പറയും മനസ്സിലല്ലാതിരുന്നിട്ട് കാര്യമില്ല, പുറത്ത് കാണുന്നവർക്ക് അത് ബോധ്യപ്പെടണം. സാരമില്ല, നമുക്ക് ശരിയാക്കാം. ഇത്രയൊക്കെ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കണല്ലോ. വിക്രം ചോദിക്കും എത്രയൊക്കെ? അതറിയാം, ഞാൻ നിങ്ങളുടെ ചരിത്രവും ഭൂതകാലമൊക്കെ ഒന്ന് അന്വേഷിച്ചു പോയി. ഞാൻ തനിച്ചല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. ഒരു കാര്യം മനസ്സിലായി, നിങ്ങളെക്കുറിച്ച് കേട്ടതെല്ലാം ഒരു വലിയ നുണയാണ്. അതറിയാവുന്ന ഒരാളെ നിങ്ങളുമാണ്. വേറെ ചിലർക്കൂടെ അക്കാര്യത്തിൽ നിങ്ങൾ നിരപരാധിയാണെന്നറിയാം. അധികം വൈകാതെ ഞാനത് കണ്ടുപിടിക്കും. നീ അത് അന്വേഷിക്കുന്ന എന്തിനാ? വേദ പറയും ഭാര്യയും ഭർത്താവായി പോയില്ലേ. വിക്രം പറയും നാട്ടുകാരുടെ മുന്നിൽ ഒരു ലേബൽ, അത്രല്ലേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വലിയൊരു അർത്ഥമൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ കഴിയണേ, രണ്ടുപേരുടെയും ജീവിതം സ്പോയിൽ ചെയ്യില്ലേന്ന്. വേദ പറയും ആണോ? എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. വിക്രം ചോദിക്കും കാരണം? വേദ പറയും ഞാൻ ഈ ജീവിതം എൻജോയ് ചെയ്യുന്നതുകൊണ്ട്. ശരിക്കും? വേദ പറയും ശരിക്കും. ഇപ്പൊ എനിക്ക് വിക്രത്തെ കുറെ കൂടെ നന്നായിട്ട് അറിയാം. ഇനി കുറച്ച് നാൾ കൂടെ കഴിഞ്ഞാൽ കുറെ കൂടെ നന്നായിട്ട് അറിയാലോ. ഒരുമിച്ച് വേണോ രണ്ടായിട്ട് വേണോ ജീവിതം അത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചാ പോരെ. വിക്രം പറയും ഡേറ്റിംഗ് അല്ലേ. വേദ പറയും എന്ന് പറഞ്ഞൂടാ, എന്തായാലും പഴയതുപോലല്ല. ഇപ്പൊ ഇയാളുടെ കൂടി ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വിക്രമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വേദ എങ്ങനെ നോക്കും, കണ്ണിലേക്ക് തന്നെ. പിന്നീട് അവരാ അസ്തമയം നോക്കി അവിടെ എങ്ങനെ ഇരിക്കുക. അങ്ങനെ അന്ന് അത്രയും സന്തോഷത്തോടു കൂടെ രണ്ടാളും കൂടെ വന്നിരുന്ന കഥകളൊക്കെ വിക്രം ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ്. അവിടെ പത്മ എല്ലാവർക്കും ഫുഡ് വെച്ചു കൊടുക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ടേ. ശ്രീകാന്ത് വയ്ക്കും അമ്മ കഴിക്കുന്നില്ലേ, വേദ വരട്ടെ. പറയും ചേച്ചി ഇപ്പൊ വരും, അമ്മ ഇരുന്നോ. ശ്രീകാന്ത് വയ്ക്കും അവളെവിടെ പോകുന്നു. പത്മം പറയും ഓഫീസിലേക്ക്. അവള് കോടതി പോകണ്ടോ. ദീപ്തി പറയും ചേച്ചി എന്തിനു പോകാതിരിക്കണം. ശ്രീകാന്ത് പറയും ഈ ആൾക്കാരുടെ ചോദ്യം പറച്ചിലൊക്കെ ഒന്ന് ഒഴിവാക്കാൻ കുറച്ച് ദിവസമൊക്കെ ഇവിടെ ഇരിക്കാലോ. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. പത്മം പറയും അതിൽ ആൾക്കാർക്ക് എന്ത് പറയാനാ, അവളായിട്ട് തുടങ്ങിയത് അവളായിട്ട് അവസാനിപ്പിച്ചു. ദീപ്തി പറയും ചേച്ചി സ്വന്തം ഇഷ്ടപ്രകാരം ആ ബന്ധം നിർത്തിയതാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. അതെന്താ അങ്ങനെ. ദീപ്തി പറയും അവര് തമ്മിലുള്ള ബന്ധം നേരിട്ട് കണ്ട ആളെന്ന നിലയിലെ ഇത് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. വർഷയ്ക്ക് നീ ഇത്രമാത്രം നേരിട്ട് കണ്ടത് എങ്ങനെയാ. നിന്റെ ആ തല്ലിപ്പൊളി ചെക്കന്റെയും കാര്യത്തില് അവൾ ഇടപെടാൻ വന്നപ്പോഴല്ലേ. ദീപ്തിക്ക് ദേഷ്യം വരും. എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിനെ ടെൻഷൻ, അത് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ ആ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിലൊരു സംസാരമാകുമ്പോ പത്മം പറയും മതി, നിങ്ങൾ കഴിക്കാൻ നോക്ക്, ഇനി അത് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട. അപ്പോഴേക്കും വേദ വരും. നീ കഴിക്കുന്നില്ലേ മോളെ. വേദ പറയും ഇല്ല, ഇപ്പൊ തന്നെ ലേറ്റായി, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. എങ്കിലും ഒരു പഴം കഴിക്കേ, ഞാൻ കാപ്പി എടുക്കാന്ന് പറഞ്ഞ് പത്മ അവിടുന്ന് പോകും. അങ്ങനെ വേദ അവിടെ ഇരുന്ന് പഴം എടുക്കാൻ തുടങ്ങുമ്പോ ശ്രീകാന്ത് വിളിക്കുമ്പോൾ വേദ മൈൻഡ് ചെയ്യുന്നില്ല. ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട് നീയാ ശ്രീകാരൻ ശ്രീനിവാസനെതിരെ അപ്പീൽ ചെയ്യുന്നുണ്ടല്ലേ. ശ്രീധരൻ തേരാട്ടലിന് വേണ്ടിയാണല്ലേ. അയാളൊരു ഫ്രോഡ് കേസാണ്. മാന്യം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കല അയാളുടെ പണി. വേദ മൈൻഡ് ചെയ്യേണ്ടിയിരിക്കും. എന്നിട്ട് പറയും എന്ന് വേറെ ചില ഫ്രോഡുകൾ പ്രചരിപ്പിക്കുന്നതായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ശ്രീകാന്തിനെ നോക്കും. എന്നിട്ട് വർഷ പറയും നീ എന്തിനാ ശ്രീയേട്ടനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നേ. അങ്ങനെയാണെന്നൊരു കുത്ത്, എന്തെങ്കിലും മുന വെച്ച് സംസാരിക്കുന്നത്. വേദ പറയും അയ്യോ ഞാൻ നിങ്ങളെ ഭർത്താവ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില ഫ്രോഡുകൾ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്, അങ്ങനെ ഉദ്ദേശിച്ചോളൂ. നിങ്ങളുടെ ഭർത്താവോ, അപ്പൊ നിന്റെ ആരോ അല്ലേ എന്ന് വർഷ വയ്ക്കുമ്പോഴേക്കും ശ്രീകാന്ത് വർഷയെ വിളിക്കുക. നീ ഒന്നും മിണ്ടാതിരിക്കേ. അപ്പോഴേക്ക് പത്മം കോഫി ആയിട്ട് വരും. എന്താ ഇവിടെ പ്രശ്നം. ഒന്നുമില്ല അമ്മ ഇരിക്കി എന്ന് പറഞ്ഞ് വേദ എഴുന്നേറ്റ് അമ്മ ഇരുത്തി ഭക്ഷണം കൊടുക്കണേ. അപ്പോഴും ശ്രീകാന്ത് വയ്ക്കും നീ എന്ത് ധൈര്യത്തിലാണ് അയാൾക്കെതിരെ പോരാടാൻ ഇറങ്ങിയത്. വേദ പറയും അപ്പൊ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് സമ്മതിച്ചില്ലേ. ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നത്, ഉദാഹരണത്തിന് വിക്രത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഭീരുത്വം കൊണ്ടല്ലെന്ന് മനസ്സിലായല്ലോ. ശ്രീനിവാസനെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ മുന്നൊരുക്കം വേണം, ധൈര്യവും. ഞാൻ ഇടപെടുന്ന ഏത് കേസുകെട്ടിലും ആ ഒരു മുന്നൊരുക്കം നടത്തിയിരിക്കും. ശ്രീകാന്ത് പറയും ഹോ അപ്പൊ വെല്ലുവിളിച്ചാലേ പുറപ്പാട്. വേദ കോഫി കുടിച്ചോണ്ട് പറയും അതെ, ചില കേസ് കെട്ടില് ഇറങ്ങേണ്ടത് അങ്ങനെയാണ്. ആദ്യം തങ്ങളുടെ വാദത്തിൽ എതിർവക്കീലുമാര് ഒതുങ്ങിയെന്ന് അവർക്ക് തോന്നും. അങ്ങനെ ജയിച്ചു എന്നുള്ള തോന്നല്ലേ അവർ ചില അബദ്ധങ്ങൾ കാണിക്കും. അപ്പോഴായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റില് നമ്മൾ ആക്രമിക്കേണ്ടത്. പിന്നെ ഇത് ഞാൻ പറയണല്ല, ചക്രവാണി സാറിന്റെ ക്ലാസ്സാ. ദീപ്തി എപ്പോഴും ശ്രീകാന്തിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. വർഷയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ കോഫി കുടിച്ച് അവിടെ വെച്ചിട്ട് അമ്മയോടും ദീപ്തിയോടും വർഷയോടും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങാ. വർഷ ശ്രീകാന്തിനോടൊക്കും അവളെന്താ ഒരു വക്കും മൂലയില്ലാതെ സംസാരിച്ചിട്ട് പോയത്. ശ്രീകാന്ത് പറയും ആവും. ദീപ്തി പറയും എനിക്കും തോന്നി ശ്രീയേട്ടനും വേദച്ചിയും തമ്മില് എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടോ. ശ്രീകാന്ത് പറയും എന്ത് ഫൈറ്റ്. ഉള്ളിലെന്തോ മറച്ചു വെച്ച് മനസ്സിലെന്തോ വെച്ച് സംസാരിക്കുന്നത് പോലെയായിരുന്നു വേദേച്ചിയുടെ സംസാരം, അതുകൊണ്ട് ചോദിച്ചതാ. ശ്രീകാന്ത് പറയും അവളുടെ മനസ്സിന്ന് അവൻ ഇറങ്ങി പോയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ദീപ്തി പറയും അത് ശരിയാ, അത്ര പെട്ടെന്ന് അത് ഇറങ്ങി പോകുന്നേ ശ്രീയേട്ടൻ വിചാരിക്കാൻ വേണ്ട. അമ്മ നോക്കിക്കോ, വേദേച്ചി അധികം നാൾ ഇവിടെ കാണില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും ദീപ്തി, അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ. വേദേച്ചിക്ക് എന്തോ സാധിക്കാനുണ്ട്, അതിനാ ഈ മാറി നിൽപ്പ്.
പത്മൻ ചോദിക്കും എന്ത്, ശ്രീകാന്തും ചോദിക്കും എന്ത് സാധിക്കാൻ. ദീപ്തി പറയും അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തോ ഉണ്ട്. ഞാൻ വളർന്നതേ വേദച്ചിയോടൊപ്പാ, ആ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞ് ദീപ്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണേ. ശ്രീകാന്ത് ഇങ്ങനെ അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ശ്രീനിവാസനെതിരെയുള്ള ആ കേസിന്റെ കാര്യത്തിനായിട്ട് തന്നെ അപ്പുറത്തെ സൈഡിലെ വിക്രമും ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ഇവർ പരസ്പരം കാണുന്നുണ്ട്. വേദ അങ്ങോട്ടും നോക്കും, വിക്രം ഇങ്ങോട്ടും നോക്കും. ഈ സമയം ജോസഫ് പറയും ചെന്ന് സംസാരിക്കാടാ. വിക്രം പറയും ഞാനെന്ത് സംസാരിക്കാനാ. അപ്പൊ അനിയൻകുട്ടൻ പറയും ഇപ്പൊ അവൻ നിൽക്കുന്നത് പ്രതിസ്ഥാനത്താണേ. അപ്പോ ജോസഫ് പറയും എങ്കിലും ഉള്ളിൽ എന്താണെന്നറിയാലോ. വിക്രം പറയും ഇതിലെന്താ അറിയാനുള്ളത്, തേരാട്ടിൽ ശ്രീധരൻ കൊടുത്ത കേസ് അവള് വാദിക്കുന്നു. കേസിന്റെ പ്രതിസ്ഥാനത്തെ ശ്രീനിവാസ് സാർ തെളിവിനായി കേസിൽ പങ്കാളിയായി എന്നെ വിളിച്ചത് കോടതിയാണേ. കോടതി ചേരും മുമ്പ് പ്രതിഭാഗം വക്കീലിനെ പോയി കണ്ടിട്ട് എന്താ കാര്യം. രാജേട്ടൻ പറയും അതെ, ഇനി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വേറെ കേസാകും. അങ്ങനെ വിക്രം അപ്പോഴും വേദയെ തന്നെ നോക്കണേ. വേദ അതിലൂടെ നടന്നു പോകും. ഈ സമയം പുളിക്കലെ വേദയെ കാണും. അത് വേഗം തന്നെ ശ്രീനിവാസന്റെ അടുത്ത് ചെന്ന് പറയണേ വേദ വക്കീൽ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ കാറിന്ന് ഇറങ്ങിയിട്ട് വേദ വക്കീലെ എന്ന് വിളിക്കുമ്പോൾ വേദ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കാണിച്ചാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്